യോഗ ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ കുറയ്ക്കുമോ? നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ യോഗ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ഒരേ സമയം മെച്ചപ്പെടുത്തുന്നു. യോഗ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, മുടി കൊഴിച്ചിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് സ്ട്രെസ്സും ഒന്ന് ഉറക്കക്കുറവുമാണ്. യോഗ ചെയ്യുന്നതിലൂടെ ഇതിന് രണ്ടിനും നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. മാത്രമല്ല, യോഗ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഡൈജസ്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം, അങ്ങനെ നമ്മുടെ ശരീരത്തിലത്തെ എല്ലാ സിസ്റ്റത്തിൻ്റെയും ഫങ്ഷൻസിനെ നന്നാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഏതൊക്കെ ആസനങ്ങളാണ് നമുക്ക് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. അതായത് നമ്മളുടെ തലയിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടുന്ന തരത്തിലുള്ള ആസനങ്ങളൊക്കെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. ഒന്നാമത്തത് പാദഹസ്താസനം, ശശാങ്കാസനം, പിന്നെ ശീർഷാസനം എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല, സർവാംഗാസനം, അധോമുഖ ശ്വാനാസനം. അതുപോലെ തന്നെ പ്രാണായാമങ്ങളും ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സിനെ നന്നായിട്ട് കുറക്കാൻ വേണ്ടി പറ്റും പ്രാണായാമം ചെയ്യുന്നതിലൂടെ. അപ്പം നാഡീശുദ്ധി പ്രാണായാമവും ഭ്രാമരി പ്രാണായാമവും ചെയ്യുന്നത് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് നമ്മളുടെ ഹെയർ ഗ്രോത്തിന്. അപ്പം ഈ യോഗാസനങ്ങൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്ത് ഇഷ്യൂസും കൂടെ പരിഗണിക്കണം. അതായത് ഇപ്പം നമുക്ക് ഹൈ BP ഉണ്ട്, അല്ലെങ്കിൽ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്, അങ്ങനെയുള്ളവർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ആസനങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം യോഗ ചെയ്യുക.